അങ്ങാടി പഴിച്ചതിന് അമ്മയോടെന്ന് പറയുന്ന പോലെ ആരെന്ത് ചെയ്താലും അവസാനം അതിൻ്റെ എല്ലാം കുറ്റം വന്നു വീഴുന്നത് അനുമോളുടെ തലയ്ക്കാണ്. അനുമോളാണെങ്കിൽ പലപ്പോഴും മണ്ടത്തരം കാണിച്ച് എല്ലാ വയ്യവേലി എടുത്ത് തലയിൽ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ രണ ആര്യൻ വിഷയത്തിൽ അനുമോൾ ഇടപെടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അനുമോളെ ബാധിക്കുന്ന കാര്യമല്ല. ഒരു അഭിപ്രായം പറയാൻ വേണ്ടി മറ്റുള്ളവർ കാത്തിരിക്കുകയാണ്. അനുവിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണാൽ അതിൽ കയറി പിടിച്ച് അനുമോളെ നെഞ്ചത്ത് കയറി പൊങ്കാലയിടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാർ അവിടെയുണ്ട്. സോ അനു ഒരു അഭിപ്രായം പറഞ്ഞു, തീർന്നു. അവസാനം അത് അനു എന്തോ ചെയ്ത പോലായി. ആര്യനെ ആർക്കൊന്നും പറയണ്ട, രന ഫാത്തിമേനെ ഒന്നും പറയണ്ട, അത് അനുവിൻ്റെ പ്രശ്നമായിട്ടങ്ങ് മാറുന്നതാണ് പിന്നെ ലൈവിൽ കണ്ടത്. അതുപോലെ കിച്ചണിൽ നിന്ന് അടി നടന്നല്ലോ, ഷാനവാസും നിവിനും തമ്മിലുള്ള വിഷയം. അനു കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനാണ്, ആക്കിയത് ജിഷിനാണ്. കിച്ചണിൽ കയറി ആരും ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി മല്ലിയില എടുക്കാൻ വന്ന നിവിനോട് എടുക്കരുതെന്ന് അനു പറഞ്ഞു. ആ വിഷയം അവിടെ മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്ന ഷാനവാസ് എന്ത് ചെയ്തു, ആ നെവിൻ്റെ അടുത്ത് പോയി അടിയുണ്ടാക്കി വേണ്ട ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയി. അവസാനം ജിഷിൻ വന്നിട്ട് അനുവിൻ്റെ അടുത്ത് ചോദിക്കില്ല, നീയാണ് എല്ലാത്തിനും കാരണം, നീ എന്തിനും അവരുടെ അടുത്തൊക്കെ പറയാൻ പോയത്, അവൻ 2 മല്ലിയിലല്ലേ എടുത്തോട്ടെന്ന് വിചാരിച്ചാൽ പോലും, ഇതാ കണ്ടില്ലേ കുറെ കരിയേപ്പില ഇന്നലെ ഇവിടെ കരിഞ്ഞു കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോള നെഞ്ചത്തോട്ട് കയറുകയാണ് നമ്മുടെ ജിഷിൻ. എന്നാൽ എല്ലാവർക്കും അറിയാം നിവിൻ അവിടെ നിന്ന് കട്ട് തിന്നുന്ന ആളാണ്, പല സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ആളാണ്. അപ്പോൾ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് അവിടെ നിന്ന് മല്ലിയിലയാലും മുട്ടുസൂചിയായാലും ഉപ്പായാലും പഞ്ചാരയായാലും എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ അത് കിച്ചൺ ക്യാപ്റ്റന്റെ തലയിലേ വരൂ. ആ കാര്യം കൊണ്ടാണ് അനു ഇത് ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഉടനെ ജിഷിൻ വന്ന് അനുവിന്റെ മണ്ടയ്ക്ക് കയറുന്നതാണ് ലൈവിൽ കണ്ടത്. എന്താ അല്ലേ? കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.